ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പേജിലേക്കാണ്. പാംക്രാഫ്റ്റിൽ തന്നെയാണ് പേര്. അപ്പോൾ പിക്ചേഴ്സൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇന്നും കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വേസ്റ്റ് കുറച്ച് കമ്പത്തിൻ്റെ തൊലിയാണ്. നമ്മൾ കമ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു തൊലിയാണ്. അപ്പോൾ ഒരു നൈസായിട്ടുള്ള കുറേ തൊലികൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചിട്ടാണ് കാണുക. നല്ല ഒരു സോഫ്റ്റുമാണ്, നല്ല രസമുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്കിത് പൊതുവെ വേസ്റ്റ് ആക്കി കളയല്ലേ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രാഫ്റ്റിനൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെങ്ങനെ ഡ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു തൊലിയൊക്കെ ഉണക്കുന്ന പോലെ ഉണക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതിൽ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം ഇൻസെക്ട്സ് ഒക്കെ വന്നിട്ട് ഇത് ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും. ഇതെങ്ങനെയാണ് ഉണക്കിയെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. ആ സമയത്ത് അതിൽ ഒരു സ്പൂൺ ഡിറ്റർജൻറ്റ് പൗഡറോ അല്ലെങ്കിൽ ഷാമ്പോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കോൺ ഹസ്ക് അതിലിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു പേപ്പറിൽ എന്തിലെങ്കിലും ഒന്നിങ്ങനെ പരത്തി വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ സോപ്പിൻ്റെ പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഇൻസെക്ട്സ് ഒന്നും ഇനി പിന്നെ വരില്ല, അതൊന്നും ചീത്തയായി പോകുന്നില്ല. എന്നിട്ട് നമ്മളത് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഒന്നും ആവില്ല, നമുക്ക് എത്ര കാലം വേണമെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം ഞാനിത് കുറേ നാളായിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഒരുപാട് നാളായതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ മടക്കുന്ന സമയത്തൊക്കെ അത് കീറി പോകുമല്ലോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുകയാണ്. വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തെടുക്കുന്നതിന് പകരം നിങ്ങളെ കയ്യിൽ സ്പ്രേയർ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്നിട്ട് ഞാൻ ഓരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പകുതിയായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആ രണ്ടറ്റത്തുള്ള ആ ഒരു ചുളിവുള്ള ഒന്ന് വീതി കുറഞ്ഞ ഭാഗം ഉണ്ടാവില്ല, തിന്നായിട്ട് വരുന്നത്, ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ചൊരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പി ആദ്യം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ ടിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മടക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു പീസ് കോൺ ഹസ്ക് എടുത്തിട്ട് അത് പകുതിയാക്കി ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ഈ കമ്പിയില്ലേ വളച്ച് വെച്ചിട്ടുള്ള ആ ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് ഈ കോൺ ഹസ്ക് കമ്പിയെ ചുറ്റി കൊടുക്കുക. കമ്പിയെ ചുറ്റി കഴിഞ്ഞിട്ട് ഒരു നൂലെടുത്തിട്ട് നന്നായിട്ടൊന്നത് കെട്ടി കൊടുക്കുക. എന്നിട്ട് അതുപോലെ അടുത്തൊരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചുറ്റി കഴിഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതും റോൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പീസും നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നുള്ള അഴിഞ്ഞു പോവുകയില്ല. എന്നിട്ട് നമ്മൾ ഓരോ പീസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആ ചുളിവുകളൊക്കെ നന്നായിട്ടൊന്ന് വലിച്ച് വൃത്തിയാക്കിയിട്ട് കണ്ടോ, നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു എൻഡിൽ വെച്ചിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് വേണമെന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് ആ ഉള്ളോട്ട് ഇങ്ങനെ ആക്കി വെക്കാതെ ജസ്റ്റ് ചുറ്റിയെടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോ പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി വൃത്തിയാക്കിയിട്ട് വേണം റോൾ ചെയ്യാൻ. അപ്പോഴേ കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു കോൺ ഹസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രേപ്പ് പേപ്പർ പോലെ നല്ല ചുളിവുകളൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തത് നമ്മൾ ഡ്രൈ ആക്കുന്ന സമയത്ത് ഒരുപാട് ചുളിവ് വരുമല്ലോ, അപ്പോൾ കുറേ പിന്നെ ഉള്ളോട്ടായിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ നനച്ചത് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്കത് കീറി പോവാതെ മെല്ലെ ഇങ്ങനെ വലിച്ച് ചുളിവൊക്കെ നീക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് കാണാനും. അപ്പം നമുക്ക് എത്ര വലുപ്പമുള്ള ഫ്ലവേഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു വലുപ്പം വരെ നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഓരോ പീസിനും നമ്മൾ ഒന്ന് നൂലുപയോഗിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു വലുപ്പത്തിലുള്ളൊരു ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ 1-2 ഷീറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം ത്രെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് 1-2 തവണ ഒന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ പേടിക്കാനൊന്നുമില്ല, അഴിഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ താഴെയുള്ള ഒരു ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു പോർഷനില്ലേ, ആ ഭാഗമൊക്കെ ഒന്ന് കുറച്ചൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ആ ഒരു കട്ടിയുള്ളതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു ഫ്ലവറും കൂടെ ഒന്ന് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇന്ന് ഞാനൊരു ഹായ് പറയാൻ പോകുന്ന 2 കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 1 വയസ്സുള്ള അസ്രമോക്കും അതുപോലെ 1 വയസ്സുള്ള അയിനമോൾക്കും വേണ്ടിയിട്ടാണ്. 2 പേർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ.
ആദ്യം നമ്മളൊരു കമ്പ് എടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കോർണേഴ്സ്ക്ക് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓരോ പീസും നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പം നമ്മൾ 2 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് ബഡ്സും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ അധികം വീതിയുള്ളതല്ല, കുറച്ചൊരു വീതി കുറഞ്ഞ ടൈപ്പ് ഒരു പീസ് എടുക്കുക. അത് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്, അതെടുത്തിട്ട് ഞാനൊരു കുഞ്ഞു ബോൾ പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസില്ലേ അതിൻ്റെ ഒരു നടുക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ പകുതിയാക്കി വെച്ചിട്ട് അവിടെ ആ ഒരു ബോൾ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സൈഡൊന്ന് റോൾ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് മടക്കിയിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നല്ലൊരു ബഡ് തന്നെ റെഡി ആയിട്ടുണ്ട്, നല്ലൊരു മൊട്ട്. എന്നിട്ട് നമ്മളിതൊരു നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നല്ല ഭംഗിയുള്ളൊരു ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഒരു നടുക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡൊന്ന് തിരിച്ചിട്ടൊന്ന് നേരെ ഒന്ന് ഇതിനെ നമ്മൾ ആ ഒരു ബോളിനൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ 2 ബഡും ഒരു ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും കോർണേഴ്സ് കൊണ്ട് ചെയ്ത് തന്നെയാണ്. ഇതെങ്ങനെ കളർ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ആക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടില്ലേ, ആ ഒരു ടൈമിൽ നമുക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ ആ ഒരു കളർ ഫുഡ് കളറോ എന്തെങ്കിലും ഒരു കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കളർ തന്നെ നിൽക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് കൊടുത്താലും മതി ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലവേഴ്സ് ഈ ബഡ്സ് രണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 ബഡും കൂടെ ഞാനൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഫ്ലവർ ടൈപ്പ് ചുറ്റിന്ന് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ 1-2 ആർട്ടിഫിഷ്യൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കിയിട്ടുള്ള മുമ്പത്തെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ലീവ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഫ്ലവറിനെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലവർ ടൈപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും കുറച്ച് ബഡും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് പഴയ ഫ്ലവേഴ്സൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പി അതുപോലെ ലീവ്സും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എടുത്തു വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ലീഫൊക്കെയാണ്. അപ്പം ഞാനിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. 10 രൂപ 12 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ ഒരു കമ്പ് നല്ല വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല സ്മൂത്തായിട്ട് നല്ല ഷേപ്പുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ എന്തോ കമ്പാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ടിപ്പിൽ നമ്മൾ 2 ബഡ് ജോയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഞാൻ ഫുള്ളായിട്ട് ഫ്ലവർ ടേപ്പ് ചുറ്റുന്നില്ല. അപ്പോൾ ഓരോ നമ്മൾ ഫ്ലവേഴ്സും ബഡ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കമ്പ് കാണാത്ത അത്രയും ഭാഗം മാത്രം ഒന്ന് ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. കാരണം ഈ വൈറ്റ് സ്റ്റിക്ക് നല്ല ഒരു സ്മൂത്തായിട്ടുള്ളതാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ ഫ്ലവർ ടേപ്പ് ചുറ്റിയിട്ട് അതിങ്ങനെ മറയ്ക്കണമെന്നില്ല, നല്ല ഭംഗിയാണ് കാണാനും. തീരെ വെയിറ്റും ഇല്ല, നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമാണ്. അത്ര വിലയില്ലല്ലോ, ആകെ 10 രൂപ എന്തോ ഉള്ളൂ. അപ്പം ഞാൻ ആ ഒരു കമ്പിൽ ആദ്യം 1-2 സ്ഥലത്ത് കുറച്ച് ബഡ്സ്, അതിനുശേഷം ഫ്ലവേഴ്സ്, അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ചുറ്റുന്ന ഫ്ലവർ ടേപ്പിന് ഗമ്മൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ കുറച്ച് ഗമ്മുണ്ട്. പക്ഷെ ഞാൻ എന്നാലും ഇതിൻ്റെ ആ ഒരു ടിപ്പിൽ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. കാരണം ഇത് കുറേ കഴിയുന്ന സമയത്ത് ഡ്രൈ ആയി പോകുന്ന സമയത്ത് ഒരുപാട് സ്മൂത്തായിട്ടുള്ള ഒരു സർഫസ് ആണല്ലോ ഈ കമ്പ്. അപ്പോൾ അത് ഡ്രൈ ആകുന്ന സമയത്ത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ആ ഒരു ടിപ്പിലൊന്ന് ജസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പിൽ ഒരു 2 ബഡ്സും അതുപോലെ ഒരു 3-4 ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പ് നല്ല ലെങ്തിയാണ്, നല്ല കാരണം ഇതിപ്പോൾ ആ ടിപ്പ് തൊട്ട് ഞാൻ കാണിക്കുകയാണ്. നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത ബഡ്, പിന്നെ രണ്ടാമത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബഡ്സ്, പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ലൊരു ക്രേപ്പ് പേപ്പറൊക്കെ പോലെ ഒരു ചുളിവുകളൊക്കെ വന്നിട്ട് നല്ല രസമാണ്. ആ നാച്ചുറൽ കളറും ആണല്ലോ, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. 3 വർഷമായി ചെയ്തിട്ട് ഇതുവരെ ചീത്തയായി പോയിട്ട് ഒന്നുമില്ല. ഞാനൊരു വാർണിഷും ഒന്നും അടിച്ചിട്ടുമില്ല. ഈ ഒരു ഫ്ലവർ വേസ് ആണെങ്കിൽ ഞാൻ PVC പൈപ്പിൻ്റെ പുറത്ത് ചൂടിക്കയറില്ലേ, ആ ഒരു കയറ് ഫുള്ളായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു. 3 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അന്ന് വീട്ടിൽ വന്ന് എല്ലാവരും പറയുമായിരുന്നു, ആർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. ഫുള്ള് വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ, കോർണേഴ്സ് ആണെങ്കിലും പിന്നെ ആർട്ടിഫിഷ്യൽ ലീഫ് ആണെങ്കിലും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. വാഷ് ചെയ്തെടുത്തപ്പോൾ നല്ല ഒരു ഭംഗിയായതാണ്. പിന്നെ ഈ ഒരു കമ്പിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. അതാണെങ്കിലും ഞാൻ പിന്നെ കുറച്ച് തിന്നായിട്ടുള്ളതുണ്ട്, അത് കുറച്ചും കൂടി റേറ്റും കുറവാണ്.
അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കമ്പ് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ പേപ്പർ ചുറ്റിയിട്ട് റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലും നല്ല രസമാണ്. ഇതിപ്പോൾ ഈ ലാസ്റ്റ് മന്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. 3 വർഷമായിട്ട് ഇത് ചീത്തയായി പോയിട്ട് ഒന്നുമില്ല. ആകെ ആ ഒരു ഫ്ലവർ ടൈപ്പിൻ്റെ ഗമ്മ് ഇങ്ങനെ കുറച്ചൊന്ന് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നമ്മൾ ചെയ്ത സമയത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലക്ഷ്മിയുടെ അനിയത്തി പാർവതി ചെയ്തതാണ്. പെയിൻറ്റ് ഇങ്ങനെ കവറിലാക്കിയിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ചെയ്തല്ലോ, അതാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത പിക്ക് മലപ്പുറത്തുള്ള 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന റുഷ്ദ അയച്ചു തന്നതാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഹന്നമോളാണ്. നമ്മൾ വാട്ടർമെലൺ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിലില്ലാത്തതുകൊണ്ട് വാൾ ഡെക്കറായിട്ടാണ് ചെയ്തത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് മിർഫ ഫാത്തിമയാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റീവ് ബോളാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് മുബി വല്ലപ്പുഴയാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് UKG ഉള്ള നുബമോളാണ്. കുഞ്ഞു കുട്ടിയാണ്. ക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് സുഹാന സജീർ ആണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എക്സലിൻ്റെ ആ ഒരു ബോട്ടിലായിട്ടാണ് ചെയ്തത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അപ്പോൾ അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.